ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ കണ്ട ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഇത്. മധ്യപ്രദേശിലുള്ള 42 വയസ്സുള്ള ഒരു വ്യക്തി തന്റെ ലൈംഗിക ആസക്തികൾ കൂടാതിരിക്കാൻ വേണ്ടി സ്വന്തം ജെനിറ്റൽസ് കോടാലി കൊണ്ട് കട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ കുറെ ആൾക്കാരും വിചാരിക്കും എന്ത് മണ്ടത്തരമാണ് ഇയാൾ ചെയ്തതെന്ന്. ഞാൻ ആക്ച്വലി ഈ വാർത്തയുടെ കമന്റ് ബോക്സുകൾ ഒന്ന് നോക്കി. ആ കമന്റ് ബോക്സിൽ ഒരുപാട് ആൾക്കാരും ഓക്കെ, നല്ല തീരുമാനം, എന്തായാലും വേറെ ആരെയും പോയി പീഡിപ്പിച്ചില്ലല്ലോ, അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യ കിടപ്പ് രോഗിയാണെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാരും സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇത്രയും ചെയ്ത വ്യക്തി ഇങ്ങനെ ആയിരിക്കണം മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകൾ കണ്ടു. ചില ആൾക്കാർ ഇയാളെ കളിയാക്കി. അതുപോലെ തന്നെ കണ്ട വേറൊരു കമന്റ് ആണ് ഹൈപ്പർ സെക്ഷുവാലിറ്റിയെ പറ്റിയുള്ള ഈ കമന്റ്. അങ്ങനെ ഈ കമന്റുകളെല്ലാം നോക്കിയപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. നമ്മൾക്ക് ഒരുപാട് ആൾക്കാർക്കും ഇതിനെപ്പറ്റി ഒന്നും വലിയ ധാരണയില്ല എന്ന്. പല ആൾക്കാരും അവർക്ക് എന്താണോ തോന്നുന്നത് അത് ശരി എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുകയാണെന്നും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ അറിവില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും വിളിച്ചു പറയും. അതുപോലെ തന്നെ നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അത് മാത്രം ശരിയാണെന്നും നമ്മൾ വിശ്വസിക്കുകയും ചെയ്യും. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു, ഇതിന്റെ സൈക്കോളജി എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഈ വ്യക്തിയെ പറ്റിയല്ല നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ വ്യക്തിയെ ഡയഗ്നോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ വ്യക്തി ചെയ്തത് ഇതുകൊണ്ടാണ് എന്ന് പറയാനോ അല്ല നമ്മൾ പോകുന്നത്. കാരണം ഈ വ്യക്തിയെ പറ്റി കൂടുതൽ നമ്മൾക്ക് ആർക്കും അറിയില്ല. അതുപോലെ തന്നെ അങ്ങനെ പറയുന്നത് ശരിയാണെന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇയാൾ ഈ ചെയ്ത ഒരു കാര്യമുണ്ട്. ഇയാൾ തന്നെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ഇയാളെ തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇയാൾക്കുണ്ടാകുന്ന ഈ ലൈംഗിക ആസക്തികളെ കുറയ്ക്കാൻ വേണ്ടി ഇത് ചെയ്തു എന്നാണ് പറയുന്നത്. ഇതേപോലെ ഒരുപാട് ആൾക്കാർ നമ്മളുടെ ഇടയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ സെക്ഷുവൽ തോട്ട്സും ഡിസയേഴ്സും കാരണം. ഞാനിപ്പോൾ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോവാണെന്ന് വിചാരിക്കുക. പെട്ടെന്ന് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരാളെ നിങ്ങൾ കാണുന്നു. അയാളെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ആഹാ കൊള്ളാലോ, അല്ലെങ്കിൽ ചില സമയത്ത് നിങ്ങൾക്കൊരു സെക്ഷുവൽ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ? ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരാൻ പോകുന്നത് നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെയാണ് വന്നത്, നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, നിങ്ങളെ ചെറുപ്പം മുതലേ നിങ്ങളുടെ വീട്ടുകാർ, നിങ്ങളുടെ സമൂഹം നിങ്ങളെ എന്ത് പഠിപ്പിച്ചു എന്നനുസരിച്ചായിരിക്കും. ഈ കമന്റ് നിങ്ങളൊന്ന് നോക്കിയേ. ആണുങ്ങളെ നശിപ്പിക്കാനുള്ളതാണ് ലൈംഗികാഗ്രഹം എന്നും പറയുന്നു. ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ പണ്ട് മുതലേ കേട്ട് വളർന്ന ഒരു കാര്യമാണ് ഈ അശ്ലീലമായ ചിന്തകൾ വരുന്നത്, അങ്ങനെ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ലൈംഗികതയെ പറ്റി സംസാരിക്കുന്നത് വരെ പാടില്ലാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ബാഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങൾ ചെറുതായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ നിങ്ങളോട് പറയുകയാണ് ഇതെല്ലാം തെറ്റാണ്, നമ്മൾ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല, നല്ല കുട്ടികളായിരിക്കണം എപ്പോഴും, ചീത്ത കുട്ടികളാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, ദൈവം നമ്മളുടെ ചിന്തകളെല്ലാം കാണുന്നുണ്ട്, ഇങ്ങനെ ചിന്തിച്ചാൽ പോലും നമ്മൾ നരകത്തിൽ പോകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെറുപ്പം മുതലേ കേട്ട് വളർന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു 14-15 വയസ്സൊക്കെ ആവുന്ന സമയത്ത്, അതായത് നിങ്ങൾ ടീനേജർ ആകുന്ന സമയത്ത്, സാധാരണ എല്ലാ ടീനേജേഴ്സിനും നാച്ചുറലി ഉണ്ടാകുന്നത് പോലെ തന്നെ നിങ്ങൾക്കും സെക്ഷൽ ഫീലിങ്സും ഡിസയേഴ്സും വരാൻ തുടങ്ങുന്നു. ഇങ്ങനെ വരാൻ തുടങ്ങുമ്പോൾ ചെറുപ്പം മുതലേ നിങ്ങൾ കേട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർമ്മ വരാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾക്ക് തോന്നും എനിക്കെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ലല്ലോ, എനിക്കെന്താ അയാളോട് അട്രാക്ഷൻ വരുന്നത്, അങ്ങനെ അട്രാക്ഷൻ വരാൻ പാടില്ലല്ലോ, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ കുഴപ്പമുണ്ട്, ഞാൻ ചീത്ത കുട്ടിയാണ്, അങ്ങനെ ചിന്തകൾ നിങ്ങൾക്ക് വരാൻ തുടങ്ങും. അപ്പോൾ ഓരോ ചിന്ത വരുമ്പോഴും അത് നിങ്ങളെ അസ്വസ്ഥമാക്കാൻ തുടങ്ങും. പതുക്കെ പതുക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. പ്രശ്നം നിങ്ങളിലാണ്, കുറ്റം നിങ്ങളിലാണ് എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. ആദ്യമൊക്കെ ഈ ചിന്തകളും ആഗ്രഹങ്ങളുമാണ് തെറ്റ് അല്ലെങ്കിൽ പ്രശ്നമെന്ന് ചിന്തിക്കുന്ന ഒരാൾ പതുക്കെ പതുക്കെ ഇത് എൻ്റെ കുഴപ്പമാണ്, ഞാനൊരു ചീത്ത വ്യക്തിയായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള ചിന്ത വരും. അത് എപ്പോഴും മനസ്സിൽ വലിയ വലിയ സംഘർഷങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും പിന്നീട് നിങ്ങൾ നിങ്ങളോട് തന്നെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ മാനസിക സംഘർഷങ്ങളും മാനസിക രോഗങ്ങളും കടന്നു വരാൻ തുടങ്ങും. അതില് ആദ്യം ഞാൻ എടുത്തു പറയുന്ന ഒന്നാണ് OCD. അതുപോലെ തന്നെ നേരത്തെ നിങ്ങൾ കമന്റിൽ കണ്ട ഹൈപ്പർ സെക്ഷുവാലിറ്റി, അതിനെ സൈക്കോളജിയിൽ വിളിക്കുന്നത് കമ്പൽസീവ് സെക്ഷുവൽ ബിഹേവിയർ ഡിസോർഡർ എന്നാണ്. OCD എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അമിതമായ വൃത്തിയുള്ള ആൾക്കാരെന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ അങ്ങനെയല്ല. OCDയിൽ
നിങ്ങൾക്ക് നിർത്താതെ അനാവശ്യമായ ചിന്തകളോ ഇമേജുകളോ അല്ലെങ്കിൽ ഇമ്പൾസോ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ എത്ര നിർത്താൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് പറ്റാത്ത ഒരവസ്ഥ കൂടിയാണ്. OCD ഉള്ള ചില ആൾക്കാർക്കെങ്കിലും കാണാൻ പോകുന്ന ഒരുതരം ഒബ്സഷൻ ആണ് സെക്ഷൽ ഒബ്സഷൻ. അതായത് എപ്പോഴും ചില ചിന്തകൾ വരുന്നു, അശ്ലീലമായ ഇമേജുകൾ വരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും പറ്റിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഓട്ടോമാറ്റിക്കലി ചിന്തകൾ വരുന്നു. ഈ ചിന്ത വരുമ്പോൾ ഇവർക്ക് പൊതുവെ അറിയാം ഈ ചിന്ത തെറ്റാണ്, ഇങ്ങനെ ഞാൻ ചിന്തിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഇവർ അസ്വസ്ഥരാകുന്നു. കാരണം നേരത്തെ മുതൽ ഇവർ കേട്ടിട്ടുണ്ട് ഇതെല്ലാം ചീത്തയാണ്, ഇങ്ങനെ ചിന്തിക്കാനേ പാടില്ല എന്നുള്ളത്. സോ സാധാരണ എല്ലാവർക്കും ഇതുപോലെ ചിന്ത വരുന്നുണ്ടെങ്കിലും ഇവർക്ക് ആ ചിന്ത വരുമ്പോൾ ഇവർ ആ ചിന്തക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങും. ഞാനെന്ത് ഇങ്ങനെ ചിന്തിക്കുന്നേ, ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നല്ലോ, ഈ ചിന്ത പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞ് തടയാൻ തുടങ്ങും. ഇങ്ങനെ തടയാൻ ശ്രമിക്കും തോറും ഈ ചിന്ത പിന്നെയും 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 വന്ന് തുടങ്ങും. അപ്പോൾ ഇതിവരെ ഒരുപാട് സ്ട്രെസ്സിലാക്കും. അപ്പോൾ ഇവർക്ക് തന്നെ തോന്നും ഇവരെന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവർ ഏറ്റവും ബാഡ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്ന്. ചില ആൾക്കാരെ ഇതിന് പരിഹാരം ചെയ്യാനും തുടങ്ങുന്നു. ആൻഡ് മനസ്സിലാക്കുക, ഈ ചിന്തകൾ എന്ന് പറയുന്നത് കുറച്ച് നേരത്തേക്കല്ല, കുറേ നേരത്തേക്ക് ഇവർ അസ്വസ്ഥമാക്കും. ഇതൊരു മെന്റൽ ഹെൽത്ത് പ്രോബ്ലം ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന് പ്രോപ്പറായിട്ട് തെറപ്പിയും ട്രീറ്റ്മെന്റും ആവശ്യമുണ്ട്. ഇതുപോലെ തന്നെ ഉള്ള വേറെ ഒരു മെന്റൽ ഡിസോർഡർ ആണ് CSBD എന്ന് പറയുന്നത്, കമ്പൾസീവ് സെക്ഷൽ ബിഹേവിയർ ഡിസോർഡർ, അല്ലെങ്കിൽ സാധാരണ ലാംഗ്വേജിൽ ഹൈപ്പർ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. ഈ ഹൈപ്പർ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഒരുപാട് സെക്സ് ഡ്രൈവ് ഉള്ള ആൾക്കാരെ അല്ല, അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഹൈപ്പർ സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് ഇവർ ഈ സെക്ഷൽ ബിഹേവിയർ കാണിക്കുമ്പോഴാണ് ഇവർക്ക് നിർത്താൻ പറ്റുന്നില്ല, ഒരു പാർട്ട്ണർ പറ്റാതെ ആകുന്നു, പല തവണയും പിന്നെയും പിന്നെയും ചെയ്യണമെന്ന് തോന്നുന്നു. എന്നാൽ ഇവർക്ക് ഇത് ശരിയല്ല എന്ന് അറിയാം. ആൻഡ് ഇവർ എത്ര നിർത്താൻ ശ്രമിച്ചാലും ഇവർക്ക് നിർത്താൻ പറ്റാതെ ഇവർ ഒരുപാട് സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചെറുപ്പം മുതലേ ഇത് പാടില്ല, തെറ്റാണ് എന്ന് കേട്ട് വളർന്ന നമ്മുടെ അവസ്ഥ. ഇപ്പൊ ഈ വ്യക്തിയുടെ കാര്യം പറയുമ്പോഴാണെങ്കിൽ പോലും കൃത്യമായിട്ട് നമുക്ക് കാര്യം അറിയില്ലെങ്കിലും എവിടേക്കോ നമ്മളിൽ ഉണ്ടാകുന്ന കുറ്റബോധങ്ങൾ, ആൻഡ് ഈ കുറ്റബോധമാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് നമുക്കുണ്ടാവുന്ന ചിന്ത ഒരിക്കലും തെറ്റല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ചിന്ത വളരെ നാച്ചുറൽ ആയിട്ട് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്ന ഒന്നാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചീത്തയായ ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ ചിന്തിച്ച് വരുമ്പോൾ അത് നമുക്ക് കുറ്റബോധം ഉണ്ടാക്കാൻ തുടങ്ങും. ഈ കുറ്റബോധം കൂടുമ്പോൾ പലപ്പോഴും നമ്മൾ നിർത്താൻ ഒരുപാട് ട്രൈ ചെയ്യുകയും ഒന്നും ശരിയാകാതെ ആകുമ്പോൾ അങ്ങനെ ഒരുപാട് സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ഒരാള് ചിലപ്പോൾ പ്രോപ്പറായിട്ട് ലോജിക്കായിട്ട് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കും പോകാം. ചിലപ്പോൾ ആൾക്കാരുടെ മാനസിക അവസ്ഥ തന്നെ തെറ്റാം. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയും ആൾക്കാർ ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ വരുന്ന സെക്ഷൽ തോട്ട്സ് അല്ലെങ്കിൽ സെക്ഷൽ ഡിസയർ എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റായ ഒരു കാര്യമല്ല. അതുപോലെ തന്നെ ഇത് വളരെ വളരെ നാച്ചുറലായിട്ട് ഏതൊരു മനുഷ്യനും വരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇതിന് ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ, നമ്മൾ ഈ ചിന്ത നിർത്താൻ ശ്രമിക്കുമ്പോൾ ഈ ചിന്ത കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ആരെങ്കിലും ഇതുപോലെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം ഒരു തെറപ്പിയാണ്. അതിന് നിങ്ങളെ സൈക്കോളജിസ്റ്റിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ പലപ്പോഴും തെറപ്പിക്കൊക്കെ പോകാതെ ഇരുന്ന് ഞാൻ തന്നെ മാറ്റാമെന്ന് ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും പലപ്പോഴും നിങ്ങൾക്കിത് മാറ്റാൻ പറ്റാത്ത അവസ്ഥ എന്നുള്ളത്. ഈ ചിന്തകൾ പിന്നെയും പിന്നെയും വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള തെറപ്പിയിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ, സമയമെടുക്കുകയാണെങ്കിലും നിങ്ങൾക്കിത് നല്ല രീതിയിൽ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന കുറ്റബോധം, സ്ട്രെസ് എല്ലാം കുറയ്ക്കാനും പറ്റും. ഒരുപാട് നാൾ ശ്രമിച്ചിട്ടും ഇങ്ങനെ വരുന്ന ചിന്തകൾ നിങ്ങൾക്ക് നിർത്താൻ പറ്റുന്നില്ല, ഒരുപാട് കുറ്റബോധം വരുന്നു, ഒരുപാട് സ്ട്രെസ് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് ഓൺലൈനായിട്ട് തെറപ്പി സെഷൻസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഞാനൊരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ അത് ഓപ്പൺ ചെയ്തിട്ട് അത് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു സോ മച്ച്.